ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. അന്നേരം കൃത്യമായിട്ട് വന്നേക്കണം കേട്ടോ. ശരി ശരി, മറക്കല്ലേ. അങ്ങനെ വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴേ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇപ്പഴേ ഇറങ്ങണോ അമ്മ? 12 മണിക്കാണ് രാഹുല. അപ്പൊ കുറച്ചു മുമ്പ് ഇറങ്ങിയാലേ ശരിയാവുള്ളൂ. അത് മാത്രമല്ല, ഇന്ന് ഭയങ്കര ബ്ലോക്കും ആയിരിക്കും. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഫോൺ എടുത്തോ? ഫോൺ എടുത്തില്ല, ഒന്ന് എടുത്തിട്ട് എനിക്ക് അറിയാലോ മറക്കൊന്ന്. ഞാൻ എടുത്തിട്ട് വരാം. അതെന്ത് മറന്നത്? ആ വേണം കൊച്ചമ്മ, പതുക്കെ നടക്കണം. വാ അമ്മ. തള്ളി പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോണു. പണിക്ക് വരാൻ പറഞ്ഞ് ആര് പറഞ്ഞു? മറ്റേ കുഞ്ഞ്. മറ്റേ കുഞ്ഞാ? ഞാനത് ഇന്നല്ലല്ലോ വരാൻ പറഞ്ഞ, ഞായറാഴ്ചയല്ലേ? എടേ നീ ഇപ്പൊ ഓടിപ്പോടെ, ഞായറാഴ്ച പാടേ. പണിന്ന് പറഞ്ഞ തന്നെ തൂമ്പ എടുത്തോളാം. എന്ത് ചെയ്യും കൊച്ചമ്മ? എരണക്കേടെന്ന് പറഞ്ഞ എരണക്കേട്. ജോത്സ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? വല്ല ആയുധമോ വല്ലോ ശകുനം വന്നാല് അതിനുള്ള പ്രതിവിധി എന്ന് പറയാൻ നമ്മളൊരു 11 പ്രാവശ്യമോ എത്രയോ പ്രാണായാമം ചെയ്തിട്ട് പോകണം. കൊച്ചമ്മ ചെയ്യമ്മ, ചെയ്യണം കൊച്ചമ്മ. അല്ല എന്ത് ദൈവമേ, പാവി പോയാ ആരോട് പറയാ? ചെയ്യാൻ വാ അമ്മ. ഉണ്ടായിരുന്നു ഓരോരുത്തരും. കഴിഞ്ഞ കൊച്ചമ്മ. ഓ, ഇനി ഐശ്വര്യമായിട്ട് വരണം. ഈശ്വരോ ഭഗവാനെ. അമ്മാ ആരാണ്? വല്ലോം തായേ അമ്മാ. അമ്മ അടുത്തത്. കൊച്ചമ്മ കണ്ണടച്ചോ, കണ്ണടച്ചോ. അമ്മാ നീ ആരാടാ? നിന്നെ ആരാടാ പറഞ്ഞു വിട്ടത്? ആണ്ടവൻ. അതാരി? ഭഗവാനെ ഉദ്ദേശിച്ചേ. ഭഗവാനാ? എന്റെ ബലമായ സംശയം ഇതാ ശ്രീധരമേനോന്റെ കളിയാണോ എന്നാണ്. അവരുടെ ആൾക്കാരും ഈ ലേലത്തിൽ പങ്കെടുക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് ഇയാൾ ഇവിടെ വരുന്നുള്ള കാര്യം വിചാരിച്ചില്ലല്ലോ. ആ ശരിയാ. പിന്നെ യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കും ഇതൊക്കെ. എന്ത് സംഭവിച്ചാലും ശ്രീധരമേനോന്റെ ആള് എന്നടാ നീ. അമ്മാ എന്ത് ചെയ്യും കൊച്ചമ്മ? എനിക്കൊന്നും അറിഞ്ഞൂടാ മുത്തു. ആ കൂടെ മനസ്സിനൊരു സുഖമില്ല. സത്യം. ഇനിയിപ്പോ കുറച്ച് സമയം ഇരുന്നിട്ട് പോവാ അമ്മ. അമ്മ, 3ാമതോ അവശകുനോ ആണെങ്കിൽ പിന്നെ ഇതിന് പോവരുതെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കും. ആ ശരിയാ. മൂന്ന് പേരെയും മാറി മാറി വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. ഇനി മറ്റാർക്കെങ്കിലും ലേലം പോകുന്നുള്ളതാണ് എന്റെ പേടി. ഞാനും വിളിച്ചു നോക്കി. എനിക്ക് തോന്നുന്നു ആരും ഫോൺ എടുക്കാത്തത് മിക്കവാറും ലേലം സ്വാഹ ആയി കാണുമെന്ന് വിചാരിച്ചിട്ട്. ഈ ശകുനം നോക്കി പോകണ്ടായിരുന്നു. സാധാരണ പോകുമ്പോൾ അങ്ങ് പോയാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. കൊട അപ്പോഴേ കൊണ്ട് ചെല്ലേണ്ടതായിരുന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല. അമ്മ അപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെന്ത് ചെയ്യാൻ? എന്ത് കാറിന്റെ ശബ്ദമല്ലേ? വന്നു. അയ്യോ. എന്റെ പൊന്നമ്മ, നിങ്ങളെ എത്ര വട്ടം മൊബൈലിൽ വിളിച്ച്, നിങ്ങൾ ആരും എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഇവിടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. എനിക്ക് കുടിക്കാനുള്ള വെള്ളം തരൂ. മുത്തു, നീ പോയി എടുത്തോണ്ടോ. ഞാൻ പോയി എടുക്കാം. സാരമില്ലമ്മ, ഇത് പോയാ വേറൊന്ന്. എന്നാലും ശകുനവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടും ഇത് വിധിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കിത് മനസ്സിലായി. അതെ. എടാ, ഫ്ലോർ മില്ലിന്റെ ലേലം നമുക്ക് എന്ന് കിട്ടി. ശരിക്കും? അയ്യോ, കൺഗ്രാറ്റ്സ് കേട്ടോ. സത്യമാണോ അമ്മ? മോളെ, വന്ന് കേറി ഉടനെ ഇതെ കൊണ്ട് പറയണ്ടല്ലോ. അയ്യോ, നമുക്ക് കിട്ടിയടാ മുത്തു. എനിക്ക് അപ്പോഴേ തോന്നിയത് കിട്ടുമെന്ന്. എടാ, ഇവിടെ ഐശ്വര്യമാ ഇതെല്ലാം ഇത്ര ഭംഗിയായിട്ട് കലാശിച്ചത്. സത്യമാ മോളെ. നിന്റെ പ്രാർത്ഥനയും അമ്പലത്തിൽ പോക്കും എല്ലാം ഭംഗിയായിട്ട് പര്യവസാനിച്ചു. ഇനി ഐശ്വര്യയുടെ എന്റെ കൊച്ചമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. കൊണ്ടുവാ.
അയ്യോ വാ ഇരിക്കണം എനിക്ക് എവിടെങ്കിലും കുറച്ചു നേരം. അമ്മ കിടക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.